അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായിരിക്കുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അവസാന കാലഘട്ടത്തിൽ രോഗബാധിതനായി പള്ളിയിൽ നിസ്കരിക്കാൻ ഇറങ്ങാൻ കഴിയാത്ത ഒരു സമയത്ത്, നിങ്ങൾക്കറിയാം പ്രവാചകന്റെ പള്ളി വീട് എന്ന് പറയുന്ന ഒരു ചുമര് തന്നെയാണ്. മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് നേതൃത്വം നൽകി. ആ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ പതുക്കെ ക്ഷീണിതനാണെങ്കിലും തൻ്റെ റൂമിൻ്റെ ആ വിരിയൊന്ന് മാറ്റിക്കൊണ്ട് അങ്ങോട്ട് നോക്കി, നമസ്കാരം നടക്കുന്ന ഭാഗത്തേക്ക്. മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ സ്വഹാബ കിറാമൊക്കെ സ്വഫായി തോളോട് തോൾ ചേർന്നുകൊണ്ട് വളരെ മനോഹരമായ രൂപത്തിൽ ഞാൻ പഠിപ്പിച്ച നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത ഒരു പുഞ്ചിരി വിടർന്നു. എൻ്റെ സമുദായം നിസ്കാര വിഷയത്തിൽ വളരെ നല്ല രൂപത്തിൽ ചെയ്യുമെന്നും ഞാൻ പഠിപ്പിച്ചതുപോലെ നിർവഹിക്കാൻ ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ സ്വഹാബാക്കൾ സജ്ജരാണെന്നും അതുകൊണ്ടു തന്നെ എൻ്റെ കർത്തവ്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുമൊക്കെ അർത്ഥം വരുന്ന രൂപത്തിലുള്ള ഒരു പുഞ്ചിരി. എൻ്റെ സമുദായം ഞാൻ ഇതുവരെ പറഞ്ഞു കൊടുത്തതൊക്കെ അനുസരിച്ചല്ലോ, അവർ നല്ല രൂപത്തിലായല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടുള്ള ഒരു പുഞ്ചിരിയാണ് പ്രവാചകന്റെ മുഖത്ത് വിടർന്നതെന്ന് മഹാനായിരിക്കുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ ഖാദിം, അദ്ദേഹം പറയുന്നു. ഒരു നീണ്ട ഹദീസാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, തൻ്റെ ജീവിതം ഏകദേശം അവസാനിക്കാനായിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനറിയാം. ആ സമയത്തും നോക്കുന്നത് എൻ്റെ സമുദായം നിസ്കാര കാര്യത്തിൽ കണിശത പുലർത്തുന്നുണ്ടോ എന്ന. ഇവിടെ പ്രവാചക സ്നേഹത്തിൻ്റെ ഏറ്റവും ബാഹ്യമായ ഒന്നാമത്തെ പ്രകടനം എന്ന് പറയുന്നത് നിസ്കാരമാണ്. കാരണം വഫാത്തിൻ്റെ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പ്രത്യേകമായി വസിയത്ത് ചെയ്തതായിരുന്നു നിസ്കാരം. മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുമായി മുനാജാത്ത് നടത്തിക്കൊണ്ട് നേരിട്ട് നമുക്ക് സമ്മാനമായി കൊണ്ടുവന്നു തന്നതാണ് നിസ്കാരം. അതുകൊണ്ട് പ്രവാചക സ്നേഹമുണ്ടെന്ന് വാദിക്കുന്ന ആളുകൾ, പ്രവാചകനോടുള്ള സ്നേഹം മറ്റു പല പ്രകടനങ്ങളിലൂടെയും പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം പ്രവാചക സ്നേഹം വരേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും മനസ്സിലാണ്. മനസ്സിൽ ആ സ്നേഹം വരുമ്പോൾ അത് ബാഹ്യ പ്രകടനമായി ഒന്നാമതായി തുടങ്ങേണ്ടത് നിസ്കാരത്തിലൂടെയാണ്. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുക. പ്രവാചകൻ പറഞ്ഞതുപോലെ സ്വല്ലൂ കമാ റഅയ്തുമൂ